നിലമ്പൂരിലെ മിന്നുന്ന വിജയത്തിന് പിന്നാലെ ആര്യാടൻ ഷൗക്കത്ത് പാണക്കാടേക്ക് എത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിലെ ചില നേതാക്കളുമായി ആര്യാടൻ ഷൗക്കത്തുമായി ചില അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും പാണക്കാട് എത്തി മുസ്ലിം ലീഗിനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത്. ആ വാർത്തയിലേക്ക് പോവുകയാണ്. അതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ്. പാണക്കാട് എത്തി മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ട് നിലമ്പൂരിലെ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിലെ വിജയത്തിൽ നന്ദി അറിയിക്കാനാണ് ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് എത്തിയത്. ഷൗക്കത്തിനെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ സ്വീകരിച്ചു. നിലമ്പൂരിൽ UDF നേടിയത് ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായുള്ള വിജയമാണ് എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഓരോരുത്തരും ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചുവെന്നും ആത്മവിശ്വാസം നൽകുന്ന വിജയമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷൗക്കത്തിനൊപ്പം മാധ്യമങ്ങളെ കാണുകയായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അതേസമയം ഭയപ്പാടിനെതിരായ കേരളത്തിന്റെ ഒരു വികാരമാണ് നിലമ്പൂരിൽ കണ്ടത് എന്നുകൂടി തങ്ങൾ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിലേതുപോലെ ഒറ്റക്കെട്ടായി മുന്നേറിക്കൊണ്ട് കേരളത്തിനെ വീണ്ടെടുക്കാനുള്ള യജ്ഞമാണ് ഇനി UDF നടത്താനുള്ളത്. ഷൗക്കത്ത് അതിനുള്ള നിയോഗമായി മാറി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ജില്ലയിലെ മുഴുവൻ സീറ്റുകളും UDF നേടുമെന്നും തങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം നിലമ്പൂരിലെ ലീഗിന്റെ പ്രവർത്തനത്തിന് ഷൗക്കത്ത് മുസ്ലിം ലീഗ് നേതാക്കളോട് പ്രത്യേകം നന്ദി പറഞ്ഞു. നിലമ്പൂരിൽ തനിക്കും കോൺഗ്രസിനും മുന്നേ പ്രവർത്തനം തുടങ്ങിയത് ലീഗാണ്. മുന്നൊരുക്കം ഉള്ളൊരുക്കം എന്ന പരിപാടികൾ നടത്തി. പിന്നീടാണ് മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തനം ആരംഭിച്ചത്. സാദിഖ് അലി തങ്ങൾ തന്നെ അനുഗ്രഹിച്ചിരുന്നു. ഹജ്ജ് കഴിഞ്ഞ് നേരെ തങ്ങൾ എത്തിയത് നിലമ്പൂരിലേക്കാണ്. UDF എല്ലാവരെയും ഒരുമിപ്പിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എന്നും നിലമ്പൂരിൽ ആ ചുമതല കുഞ്ഞാലിക്കുട്ടി ഭംഗിയായി നിർവഹിച്ചു എന്നും ഷൗക്കത്ത് പറഞ്ഞു. നിലമ്പൂരിലെ വിജയം വരാനിരിക്കുന്ന തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നാണ് UDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് വിജയത്തിന് വഴിയൊരുക്കിയത് എന്നും നേതൃത്വം വിലയിരുത്തുന്നു. ഇത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും പൊതു തെരഞ്ഞെടുപ്പിലേക്കും പോകുന്ന UDF വലിയ ആത്മവിശ്വാസം നൽകുകയാണ്.